കാട്ടുനീതിയിലേക്ക് തിരിച്ചു പോണോ അതോ വികസനം വേണോ എന്ന് ബീഹാർ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർത്തതിന് ഇന്ത്യ മുന്നണിയെയും വിമർശിച്ചു. ഗഗാരിയ ജില്ലയിൽ പൊതുറാലിയിലാണ് അമിത് ഷാ പ്രതിപക്ഷത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. മനു ഭരത് വിവരങ്ങളുമായി. മനു, ഇന്നലെ തൊട്ട് തന്നെ പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് അല്ലെങ്കിൽ തീവ്രമായ ആവേശത്തിലേക്ക് പോകുന്നതാണ് NDA ക്യാമ്പിൽ കാണുന്നത്. ഇന്ന് എന്തൊക്കെയാണ് അമിത് ഷാ പറഞ്ഞത്? ഇന്ന് പ്രധാനമായും അമിത്ഷാ ഉന്നയിച്ചത് രണ്ട് പ്രധാന വിഷയങ്ങളായിരുന്നു. ലാലു യാദവിൻ്റെ കാലഘട്ടത്തിൽ ബീഹാറിൽ ഉണ്ടായിരുന്നത് ഒരു ജംഗിൾ രാജാണ്. ആ വനനീതിയിലേക്ക് വീണ്ടും തിരിച്ചു പോകണോ അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിൻ്റെ രാഷ്ട്രീയം വേണോ എന്ന് ബീഹാർ ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കും എന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തെ സംബന്ധിച്ച് അമിത്ഷാ ഇന്ന് പൊതുയോഗങ്ങളിൽ ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. ഖഗാരിയയിലും അതുപോലെ മുംഗേറിലും ബീഹാർ ഷെരീഫിലുമൊക്കെയാണ് അമിത്ഷായുടെ പ്രചരണ പരിപാടികൾ ഉണ്ടായിരുന്നത്. അവിടെയെല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യം, നിരവധി നുഴഞ്ഞുകയറ്റക്കാർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവരെല്ലാം പുറത്താക്കുന്നതിന് വേണ്ടിയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവന്നത്. രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലും അത് നടത്താനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ ഈ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾ സ്വീകരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി ഒരു വോട്ടർ അധികാർ യാത്ര നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ രക്ഷിക്കുന്ന ഒരു നുഴഞ്ഞുകയറ്റ അധികാർ യാത്ര നടത്തണം എന്നുകൂടിയൊക്കെയുള്ള ഒരു ആക്ഷേപം, തരത്തിലൊക്കെ ആക്ഷേപമാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി സമസ്തിപൂറിലും അതുപോലെ ബേഗുസരായിലുമൊക്കെ പ്രചരണം വ്യാപകമായി നടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ തുടർന്ന് ആ ശക്തമായ ഒരു പ്രചരണം, നിതീഷ് കുമാർ ആകട്ടെ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് പരമാവധി ആർജിക്കാനുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടത്തുന്നത്. തൻ്റെ സർക്കാർ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകിയ സംഭാവനകൾ എന്ന് പല ഘട്ടങ്ങളിലും എടുത്തു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തെ പിന്തുണയ്ക്കാൻ ഉള്ള ഒരു അല്ലെങ്കിൽ അവരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സ്വാധീനം ഉറപ്പാക്കാൻ ഉള്ള ഒരു ശ്രമം അവിടെ നടത്തുന്നു. അങ്ങനെ NDA ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം മറുവശത്ത് ഇന്ത്യ മുന്നണിയും ഈ ബീഹാറിൽ നിതീഷ് ഇനി അധികാരത്തിൽ വരില്ല, NDAക്കകത്ത് വിള്ളലുകളുണ്ട്, അധികാരം ഏറ്റെടുത്താൽ തന്നെ നിതീഷിനെ NDA മുഖ്യമന്ത്രിയാക്കില്ല തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയെ നേരിടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു വാദപ്രതിവാദവും തർക്കവും അനുദിനം ബീഹാറിൽ ചൂടുപിടിച്ച് മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയുന്നത്. മനു ഭരതാണ് വിവരങ്ങൾ.